മികച്ച ഭാവിക്ക് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കണം. വർഷങ്ങളുടെ പാരമ്പര്യം, ഏറ്റവും മികച്ച അക്കാഡമിക്. നിംസിലൂടെ പഠിക്കാം, ഉയരങ്ങളിലേക്ക് പറക്കാം. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പട്ടാമ്പി, ഒറ്റപ്പാലം, കൊച്ചി. 8714791666. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന സ്പോർട്സ് മീറ്റിൽ വിജയിച്ചവർക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. മുഹമ്മദ് മോസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി കോമൺ കോളേജിൽ വെച്ചായിരുന്നു ചടങ്ങ് ഒരുക്കിയത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫെബ്രുവരി 10 മുതൽ മാർച്ച് 25 വരെ 3 ഘട്ടങ്ങളായി നടത്തിയ സംസ്ഥാന സ്പോർട്സ് മീറ്റിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളാണ് പട്ടാമ്പി കോമൺ കോളേജിൽ വെച്ച് വിതരണം ചെയ്തു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ വിദ്യാർത്ഥിയുടെ സൗകര്യത്തിനനുസരിച്ച് പഠിക്കാനും, പഠിച്ചു കഴിഞ്ഞാൽ ആ പഠനത്തിന് അംഗീകാരമായി അവർക്ക് സർട്ടിഫിക്കറ്റുകളും ലഭിക്കുന്ന തരത്തിലേക്ക് മാറേണ്ടതുണ്ട്. ആ ഫ്ലെക്സിബിലിറ്റി ഉള്ള, എന്നാൽ ലേണർ സെൻട്രിക് ആയിട്ടുള്ള, വിദ്യാർത്ഥികളുടെ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടുതൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ പാതി വഴിയിൽ അവസാനിച്ചവരുണ്ട്. ഇനി എങ്ങനെ പഠിക്കും, എങ്ങനെ തുടരും, എങ്ങനെ തുടങ്ങും എന്നൊക്കെ കരുതി ഇരിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രതീക്ഷകൾക്ക് ചിറകുകൾ മുളപ്പിക്കാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വീട്ടമ്മമാരായവരുണ്ട്, അതിൽ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചവർ മാത്രമല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പല ഓഫീസുകളിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതിൽ മറ്റു പലരും ചിലപ്പോ പാതി വഴിയിൽ ഉപേക്ഷിച്ച അതാണെങ്കിലും മറ്റു കൂലിപ്പണിയെടുക്കുന്ന ആളുകളായിരിക്കാം. അവർക്കും തിരിച്ച് പഠിച്ച് മുന്നോട്ട് വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇങ്ങനെ പുതിയ കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസം എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ, അത് കലാ കായിക മേഖലകളിലുള്ള കഴിവുകൾ, ആ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒരു വേദി ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലക്ക് ഒരുക്കേണ്ടതുണ്ട്. ഒളിമ്പ്യൻ ലിജോ ഡേവിഡ് തോട്ടൻ മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് ജി സുഗുണൻ, പ്രൊഫസർ VP ജഗതിരാജ്, അഡ്വക്കേറ്റ് VP പ്രശാന്ത്, P ഹരിദാസ്, ഡോക്ടർ റെന്നി സെബാസ്റ്റ്യൻ, പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് ബാബു, പ്രൊഫസർ MR രശ്മി, പ്രൊഫസർ ഡോക്ടർ ജോജോ മോൻ, ഡോക്ടർ KP രാജേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നീന്തൽ, വോളിബോൾ, അത്ലറ്റിക്സ്, ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ റീജിയണൽ സെന്ററിനുള്ള ട്രോഫിക്ക് പട്ടാമ്പി പ്രാദേശിക കേന്ദ്രം അർഹത നേടി. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ലേണേഴ്സ് സ്പോർട്സ് സെന്ററുകൾക്കുള്ള ട്രോഫിയിൽ പട്ടാമ്പി SNGS 1ാം സ്ഥാനവും എറണാകുളം മഹാരാജാസ് കോളേജ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. അത്ലറ്റിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ലേണേഴ്സ് സപ്പോർട്ട് സെന്ററിനുള്ള ട്രോഫി എറണാകുളം മഹാരാജാസ് കോളേജ് കരസ്ഥമാക്കി. പട്ടാമ്പിക്കാണ് 2ാം സ്ഥാനം. ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, നമ്മളെ മാത്രമേ ഉള്ളൂ ഇതുപോലെ സ്പോർട്സ് മീറ്റും കൾച്ചറൽ മീറ്റിംഗ് മറ്റേ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടത്തുന്നത്. അതായത് റെഗുലർ സ്റ്റുഡൻസിന് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുക. കാര്യം പണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതുപോലെ സ്റ്റേജ് കിട്ടിയെങ്കിൽ എന്റെ കായിക കഴിവുകൾ ഷോക്കേസ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ സ്വപ്നം കണ്ടവർക്ക് ഒരു അവസരം തരിക മാത്രമാണ് നമ്മൾ ചെയ്തത്. പ്രൈസ് നിങ്ങൾ വറി ചെയ്യേണ്ട, പ്രൈസ് അല്ലെങ്കിൽ ഗ്രേസ് മാർക്കിന് വേണ്ടിയൊന്നും അല്ലേ നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കൂട്ടായ്മ, ഒരു എൻജോയ്മെന്റ്, ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾ പിന്നിത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴാണ് ഇതിന്റെ എല്ലാം നിങ്ങൾ ഓർക്കുന്നത്.